പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. JCNDSD എന്ന ഈ ഗ്രൂപ്പിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം അറിയുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന നല്ല മനസ്സിനും ഞങ്ങൾ ഒത്തിരി നന്ദിയുള്ളവരാണ്. ഇന്ന് ഒരു തൃത്വ സ്നേഹിതന്റെ ചോദ്യത്തിന് അദ്ദേഹം ധാരാളം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്തുകയാണ്, മറുപടി പറയുകയാണ് ഇന്നത്തെ ലക്ഷ്യം. ഈ ചോദ്യം ഞങ്ങളോട് നേരിട്ട് ചോദിച്ചതല്ല. ഇത് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുകയും ബൈബിൾ വചനത്തിൽ ഉള്ളത് വിശ്വസിക്കുകയും അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമകൻ, ഞങ്ങളുടെ സഹോദരനോട് തന്നെ ഈ സ്നേഹിതൻ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് പലപ്പോഴും തൃപ്തിയാകുന്നില്ല എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും ദൈവത്തിന്റെ പദ്ധതിയെങ്കിൽ അദ്ദേഹം സത്യം ഗ്രഹിക്കട്ടെ എന്നുള്ള ചിന്തയോടെ ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹിതനും കർത്താവിന്റെ വേലയെ സ്നേഹിക്കുന്ന, കർത്താവിന്റെ വചനം ഉള്ളതുപോലെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ സഹോദരനോട് ചോദിച്ച ചോദ്യം ഏതായിരുന്നു? അനവധി ചോദ്യമുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് അതിന്റെ മറുപടി പറയാൻ പറ്റുന്നില്ല. ഓരോ ചോദ്യങ്ങൾ എടുത്ത് അതിന് മറുപടി കണ്ടെത്താൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. ഇത് ആ വ്യക്തിക്കും അതുപോലെ തന്നെ ഈ ചോദ്യം ചോദിക്കുന്ന എല്ലാവർക്കും ഒരു ഉത്തരമായി നിങ്ങൾക്ക് ഇത് ഉത്തരമായി തീരട്ടെ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഞങ്ങൾ തരുന്നതായിരിക്കും. അതുകൊണ്ട് ദയവായിട്ട് ആ സ്നേഹിതന്റെ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ ഒന്ന് കേൾക്കണം. ആ സഹോദരന്റെ പേര് ഞങ്ങൾ ലാസ്റ്റ് അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തതിന് ശേഷമായിട്ട് ലാസ്റ്റ് വെളിപ്പെടുത്തുന്നതായിരിക്കും. ഇനി അദ്ദേഹത്തോട് ഒരു മുന്നറിയിപ്പും കൂടെ പറയുകയാണ്. നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന് ഒരു സ്നേഹ സംവാദത്തിൽ ഇടപെടുവാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പോര് വിളിക്കുന്നവരായിട്ടല്ല, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെക്കാൾ വലിയ കഴിവുള്ളവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ തോൽപ്പിച്ചിട്ട് ഞങ്ങൾ ജയിച്ചതുകൊണ്ട് ഞങ്ങൾക്കൊന്നും നേടാനില്ല. അതുകൊണ്ട് നിങ്ങൾ തോൽക്കുവാനോ ഞങ്ങൾ ജയിക്കുവാനോ, അല്ലെങ്കിൽ ഞങ്ങൾ തോൽക്കുവാനോ നിങ്ങൾ ജയിക്കുവാനോ വേണ്ടിയല്ല, മറ്റു പലരുടെയും സംശയങ്ങൾക്ക് ഒരു നിവാരണമാകുന്നുവെങ്കിൽ, ഒരു സ്നേഹ സംവാദത്തിന് നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. ഏത് സമയത്തും നിങ്ങൾക്ക് കടന്നു വരാം എന്ന് ഒരു പ്രാരംഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്ലിപ്പ്, വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കുക. അതിന് ഞാൻ അതിനുശേഷമായിട്ട് ഉത്തരം പറയുന്നതായിരിക്കും. ഓക്കെ. സാറേ, ഗുഡ് മോർണിംഗ്. സാറ് ഇട്ട വാക്യങ്ങളൊക്കെ ഞാൻ വായിച്ചു. യേശു ദൈവമാണെന്ന് തെളിയിക്കുന്ന വാക്യങ്ങളെ മുഴുവനും സാറിട്ടത്. സാറേ, ഞാൻ വിശ്വസിക്കുന്ന യേശു ദൈവമാണെന്ന്. പക്ഷെ ഞാൻ ചോദിച്ചതിന്റെ മറുപടി സാറിന്റെ ഒറ്റ വാക്യത്തിലില്ല. പക്ഷെ ഞാൻ ചോദിച്ചതിന്റെ എനിക്ക് തരേണ്ട ഉത്തരം തന്നെ ഇതിനകത്തുണ്ട്. യേശുവിനെ അയച്ചവനും ആമേൻ യേശുവിനെ ഉയർത്തിയവനും ഒരാളുണ്ടെന്ന് ഇതിനകത്തെല്ലാം പറയുന്നുണ്ട്. അത് ആരാണെന്ന് ഞാൻ ചോദിച്ചിട്ട് ഇതുവരെയും മറുപടി തരുന്നില്ല. എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ നല്ലതാ. ഇതുവരെ അതിനകത്ത് വ്യക്തമായ ഉത്തരവില്ല. ഞാൻ പിന്നെയും പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ നാം നമ്മുടെ സാദൃശ്യപ്രകാരം, ആരാണ് ഈ നാം? നമ്മൾ. അതിന് ഉത്തരം തരണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ നമ്മിൽ ഒരുവനെ പോലെ അവർ ആയിത്തീരും. ആരാണ് നമ്മിൽ ഒരുവൻ? ആ നാം എന്ന് പറയുന്ന ആരാണ്? അതിനൊരു വിശദീകരണം ബൈബിളിനകത്ത് തരണം. 11-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം, അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നു. ഇതാണ് പിന്നെ ബാബേൽ ഗോപുരം ഉണ്ടാക്കിയപ്പോൾ അവിടെ പറയുന്ന ഒരു ഭാഗമുണ്ട്. യേശു കർത്താവ് പറയുന്നുണ്ട്, ഇതാ അതിന്റെ 7-ാമത്തെ വാക്യം, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പ. നമ്മുടെ ഭാഷ ഈ നാം ആരാണ്? അതിന് ഉത്തരം തരുന്നില്ല. ഒന്നത്. സാറേ, ഗുഡ് മോർണിംഗ്. സാറ് ഇട്ട വാക്യങ്ങളൊക്കെ ഞാൻ വായിച്ചു. യേശു ദൈവമാണെന്ന് തെളിയിക്കുന്ന വാക്യങ്ങളെ മുഴുവനും സാറിട്ടത്. ഞാൻ
വിശ്വസിക്കുന്ന യേശു ദൈവമാണെന്ന്. പക്ഷെ ഞാൻ ചോദിച്ചതിന്റെ മറുപടി സാറിന്റെ ഒറ്റ വാക്യത്തിലില്ല. പക്ഷെ ഞാൻ ചോദിച്ചതിന്റെ നിങ്ങൾ ചോദ്യം ശ്രവിച്ചുവല്ലോ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന്റെ സത്യം ഗ്രഹിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് ജീവിക്കുന്ന ഒരു ദൈവദാസനോട് ചോദിച്ച ചോദ്യമാണ് ഈ സ്നേഹിതൻ ചോദിച്ചത്. ന്യായമായിട്ടുള്ള ചോദ്യമാണ്. അതിന് മറുപടിയും നമ്മൾ ബൈബിളിലൂടെ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ആദ്യത്തെ ആ ചോദ്യത്തിന് മാത്രം ഇന്ന് ഉത്തരം കണ്ടെത്തുക, പറയുക ആണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. അങ്ങനെ ഓരോ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ തുടർന്ന് ഉത്തരം നൽകുന്നതായിരിക്കും. ഒന്നാമത് അദ്ദേഹം ചോദിച്ചത് നാം നമ്മുടെ എന്ന പദപ്രയോഗമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇതാരാണ് നാം? തൃത്വം തെളിയിക്കുവാൻ വേണ്ടി വാസ്തവത്തില് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദമായിട്ടാണ് ഈ നാം എന്നുള്ള പ്രയോഗം ഇന്ന് പല പെന്തക്കോസുകാർ പോലും എടുത്ത് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു തൃത്വം തെളിയിക്കുവാൻ വേണ്ടിയാണ് ഈ നാം എന്നുള്ള പദം എന്ന് തെറ്റായ ധാരണ ക്രൈസ്തവ ലോകത്തിൽ വിശ്വസിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള സാത്താന് അവൻ വളരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. കാരണം സത്യത്തെ വളച്ചൊടിച്ചും വികൃതമാക്കിയും മനുഷ്യ മനസ്സുകളെ കുരുടാക്കാനുള്ള സാത്താന്റെ തന്ത്രങ്ങൾ ഏദൻ തോട്ടം മുതൽ നമുക്ക് കാണാൻ കഴിയും. നാം നമ്മുടെ എന്നുള്ള പദങ്ങൾ ബഹുവചനമാകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ബഹുവചനമാണ്. നാം എന്നുള്ള പ്രയോഗം അത് ബഹുവചനമാണ്. ചിലരുടെ വാദം കേട്ട് കഴിഞ്ഞാൽ തോന്നിപ്പോകും നാം എന്ന് പറഞ്ഞാൽ 3 എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അത് 4 ആയിക്കൂടാ, 5 ആയിക്കൂടാ, 2 ആയിക്കൂടാ. അങ്ങനെയുള്ള ഒരു ചിന്തയിലേക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. സത്യത്തിൽ നാം എന്നുള്ള പദം ബഹുവചനമാണ് എന്ന് പ്രാരംഭത്തിൽ തന്നെ ഞങ്ങളുടെ സ്നേഹിതരോട് പറഞ്ഞുകൊള്ളട്ടെ. നാം നമ്മുടെ എന്ന പദങ്ങൾ ഇനി നമ്മൾ ചിന്തിക്കുകയാണ്. ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം? ഇത് ഉപയോഗിക്കാവുന്ന ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ സർവ്വസാധാരണ കേൾക്കാറുള്ള ഒരു പദമായതുകൊണ്ട് അതാരൊക്കെ ഉപയോഗിക്കാൻ യോഗ്യരാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളുടെ മനസാക്ഷിയെ കൊണ്ടുപോവുകയാണ്. നാം നമ്മുടെ എന്നുള്ള പദം ബഹുവചനമാകുന്നു. നാം നമ്മുടെ എന്ന പദങ്ങൾ ആർക്കെല്ലാം ഉപയോഗിക്കാം? നാം എന്ന ബഹുവചന രൂപം ഒന്നിലധികം വ്യക്തികൾ ചേർന്നാൽ മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ എന്നുണ്ടോ? ശ്രദ്ധിക്കണേ. നാം എന്നുള്ള പദം ഒന്നിലധികം വ്യക്തികൾ ചേർന്നെങ്കിൽ മാത്രമേ ആ പദം ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു വ്യക്തി ആ പദം ഉപയോഗിച്ചാൽ അത് 3 വ്യക്തികളായ എന്തോ ഒന്നാകും എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാമോ? നാം എന്ന പദം നമ്മൾ എന്ന് ഒരു വ്യക്തി ഉപയോഗിച്ചാൽ ആ വ്യക്തി 3 വ്യക്തികളാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കുവാൻ ന്യായമുണ്ടോ? എന്താ ശ്രദ്ധിച്ച് ഈ പാഠങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തടിസ്ഥാനത്തിലാണ് നാം എന്നുള്ള പദം ഉപയോഗിക്കുന്നത്? അത് ആർക്കൊക്കെ ഉപയോഗിക്കുവാനായിട്ട് അധികാരമുണ്ട്? ഒരു വ്യക്തിക്ക് നാം എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടില്ലേ? അങ്ങനെ ഉപയോഗിച്ചാൽ അത് 3 വ്യക്തികൾ ചേർന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാകുമോ? 3 വ്യക്തികൾ ചേർന്നിരിക്കുന്ന ഒന്നാകുമോ? ന്യായമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം, ബൈബിളിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. നാം എന്നുള്ള പദം ഒരു വ്യക്തി ഉപയോഗിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ബൈബിളിൽ അത് എവിടെയാണ്? ഞാൻ അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നു. യെസ്രായുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ 24-ാം വാക്യം. നാം നിങ്ങൾക്ക് അറിവ് തരുന്നു. ശ്രദ്ധിക്കണേ.
നാം നിങ്ങൾക്ക് അറിവ് തരുന്നു. എസ്രാ 7:21 വായിക്കുമ്പോൾ അർത്ഥശിഷ്ട രാജാവായ നാം കൽപ്പന കൊടുക്കുന്നത് എന്തെന്നാൽ, അപ്പോൾ ഒരു രാജാവിന് നാം എന്ന പദം ഉപയോഗിക്കാം എന്ന് വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി തെളിയിക്കുന്നു. ഇനി എസ്രാ 4:19-21 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ വാക്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. നാം കൽപ്പന കൊടുത്തിട്ട് ആകയാൽ നാം മറ്റൊരു കൽപ്പന കൊടുക്കുന്നത് വരെ. ഈ പ്രയോഗങ്ങളെല്ലാം ബൈബിളിലുണ്ട്. ഒരു വ്യക്തി നാം എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നു. അതാരാണ്? അർത്ഥശിഷ്ട രാജാവ്. അപ്പോൾ ഒരു രാജാവിന്, ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന, ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു രാജാവ് നാം കൽപ്പന കൊടുക്കുന്നു, നാം അറിവ് നൽകുന്നു, നാം കൽപ്പിക്കുന്നു എന്ന് ഒരു രാജാവിന് ഉപയോഗിക്കാം. നാം എന്നുള്ള പദം ഒരു രാജാവ് പറഞ്ഞാൽ ഉടൻ തന്നെ അത് ഒന്നിലധികം വ്യക്തികൾ, 2, 3, 4 പേരാകുമോ? അർത്ഥശിഷ്ട രാജാവിന്റെ കൽപ്പനയുടെ ശബ്ദങ്ങളാ നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ഒരു രാജാവിന് നാം എന്ന പദം ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ രാജാതിരാജാവിന്, കർത്താവിന് നാം എന്ന പദം ഉപയോഗിക്കുമ്പോൾ അത് 3 പേര് കൂടിയതാണ് എന്നുള്ള ഈ വ്യാഖ്യാനം എവിടെ നിന്ന് വരുന്നു? ന്യായമായി ചിന്തിക്കണ്ടേ? മനുഷ്യർക്ക് അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ 3 വ്യക്തികൾ ചേർന്നെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ 3-ലധികം വ്യക്തികൾ ചേർന്നെങ്കിൽ മാത്രമേ നാമെന്ന് ഉപയോഗിക്കാവൂ എന്നുള്ള തെറ്റായ പഠിപ്പിക്കൽ തികച്ചും സാത്താനിൽ നിന്ന് വരുന്നതാണ് എന്ന് നമ്മളത് ഗ്രഹിച്ചിരിക്കണം. അതുകൊണ്ട് നമ്മൾ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തെളിവുകൾ കണ്ടെത്തണം. നമുക്കറിയാം, തൃത്വം തെളിയിക്കുമ്പോൾ നമ്മുടെ ബാംഗ്ലൂരുള്ള MA വർഗീസ് ഭാഷ പോലും കഴിഞ്ഞ നാളുകളിൽ തൃത്വം തെളിയിക്കാൻ വേണ്ടി, നാം എന്നുള്ള പദം ഉപയോഗിക്കാൻ വേണ്ടി അവിടെ താൻ ഉപയോഗിച്ചത് ഒരു കൊല, തേങ്ങ, മാങ്ങ, ഇതൊക്കെ താൻ ഉപയോഗിച്ചു. ദൈവത്തെ തെളിയിക്കാൻ വേണ്ടിയാണ് ഈ തേങ്ങയും മാങ്ങയും ഒക്കെ ഈ സഭാ നേതാക്കന്മാർ പറയുന്നത് എന്ന് വളരെ വിചിത്രമാണ്. അതിന് ഞങ്ങൾ അന്ന് മറുപടി കൊടുത്തതാണ്. ആ ദൈവദാസൻ അതിന് ഒരു മറുപടി ഞങ്ങൾക്ക് തന്നില്ല, തരികയുമില്ല, തരാൻ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. എങ്കിൽ തന്നെയും യാഥാർത്ഥ്യങ്ങൾ ഒരിക്കലും മൂടി വെക്കേണ്ടതല്ല. അപ്പോൾ പിന്നെ ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ പറയുകയാണ്, ശരി, നമുക്കിപ്പോ ബോർഡിൽ ഒരു പടം വരയ്ക്കാം. ഉടൻ തന്നെ ആ ക്ലാസ്സിലുള്ള 32 കുട്ടികളും പെട്ടെന്ന് ചെന്ന് ഒരു ചോക്കിൽ, അധ്യാപകന്റെ കൂടെ ആ ചോക്കിൽ പിടിച്ച് 32 കുട്ടികളും ആ പടം വരയ്ക്കുമോ? ഇല്ല. അപ്പൊ ഒരു അധ്യാപകന് നാം, നമ്മൾ എന്ന് ഉപയോഗിക്കാം. അത് മറ്റുള്ളവരെ ഉദ്ദേശിച്ചായിരിക്കാം അത് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ നാം എന്നുള്ള പദം ആർക്കൊക്കെ ഉപയോഗിക്കാം എന്ന് ഒന്ന് വിശദീകരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു രാജാവിന് ഉപയോഗിക്കാം, ഒരു അധ്യാപകന് ഉപയോഗിക്കാം. അതുപോലെ ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾക്ക് നാം എന്ന് ഉപയോഗിക്കാം. അത് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന, സർവ്വസാധാരണമായി കാണാൻ കഴിയുന്ന ഒരു പ്രയോഗമാണ്, നമ്മുടെ പ്രധാനമന്ത്രി അവറുകൾ വന്നിട്ടുണ്ട്. ഈ അവറുകൾ എന്നുള്ള പദം ബഹുവചനമാ. പ്രധാനമന്ത്രി 3 വ്യക്തികളായതുകൊണ്ടാണോ നമ്മുടെ പ്രധാനമന്ത്രി അവറുകൾ എന്ന് പറയുന്നത്? അല്ല. അപ്പോൾ ഒരു പ്രധാനമന്ത്രിക്ക് ആ പദം അനുയോജ്യമാണ്. ഒരു പ്രധാനമന്ത്രി നാം എന്ന് പറഞ്ഞാൽ അത് തനിക്ക് അനുയോജ്യമായിട്ടുള്ള പദമാണ്. ഒരു പ്രധാനമന്ത്രിയെ കുറിച്ച് അവറുകൾ എന്ന് നമ്മൾ പറയുന്നത് പ്രധാനമന്ത്രി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ വലിയ സ്ഥാനം വഹിക്കുന്ന ആരൊക്കെ വന്നാലും അവറുകൾ എന്നുള്ള പദം ഒരു നമ്മുടെ സർവ്വസാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അവർക്കത് പറ്റും. മറ്റൊരു ഉദാഹരണം നമ്മൾ ചിന്തിക്കുമ്പോൾ സാധാരണ ഞങ്ങൾ പറയാറുള്ളതാണ്, ചട്ടമ്പി സ്വാമികൾ. എത്ര പേരാ? 3 പേരാണോ? ഒരു വ്യക്തിയെ പറയുന്നതാണ് ചട്ടമ്പി സ്വാമികൾ. അവിടെയും ബഹുവചന പദമല്ലേ ഉപയോഗിക്കുന്നത്.
അപ്പോൾ ബഹുവചന പദം ഉപയോഗിക്കേണ്ട വ്യക്തികൾ ഉപയോഗിക്കുമ്പോൾ അവര് 2ഉം 3ഉം പേര് കൂടിയ എന്തോ ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന ആ പഠിപ്പിക്കൽ തികച്ചും തെറ്റാണ്. നാം എന്നുള്ള പദം അത് ബഹുവചനമാണെന്നുള്ളത് സംശയമില്ല. പക്ഷേ ചിലർക്കൊക്കെ അത് ഉപയോഗിക്കാം, അത് അസ്ഥാനത്തല്ല, അത് മാന്യമായിട്ടുള്ള പദമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് നോക്കാം. അതിന്റെ ആ വാക്യം 26-ാം വാക്യമാണ് അദ്ദേഹം പറഞ്ഞത്. 26-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. 1-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യം ഞാൻ ഇവിടെ വായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എന്റെ മാന്യ സ്നേഹിതര് ദയവായിട്ട് ശ്രദ്ധിച്ചാലും. 1-ാം അധ്യായം 26-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത് ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ആ പ്രയോഗം ശ്രദ്ധിക്കണേ. നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്നാണ്, ഉണ്ടാക്കാം എന്നല്ല. നമുക്ക് 3 പേർക്കും കൂടെ കൂടി ഒരു മനുഷ്യനെ അങ്ങ് ഉണ്ടാക്കാം എന്നല്ല പറഞ്ഞത്. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിൽ മേലും ആകാശത്തുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർമ്മഭൂമിമേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇനി 27-ാം വാക്യം എൻ്റെ മാന്യ സ്നേഹിതര് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ആ ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത്. ഇങ്ങനെ സംശയമുള്ള ചോദിക്കുന്ന ഏവർക്കും കൂടിയുള്ള ഒരു ഉത്തരമാണിത്. 27-ാം വാക്യം: ഇങ്ങനെ ദൈവം തങ്ങളുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നല്ല. ഇവിടെ 3 പേരാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യക്തികളാണ് എന്ന് പഠിപ്പിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതർ, അല്ലെങ്കിൽ തൃത്വ സ്നേഹിതർ. ഇത് 3 വ്യക്തികളാണെങ്കിൽ ഇങ്ങനെ ദൈവം തങ്ങളുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നല്ലേ എന്നല്ലേ അവിടെ ഉപയോഗിക്കേണ്ടത്. ഇവിടെ വായിക്കുന്നത് എന്താ? ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ. അവിടെ ഏകവചനമാണല്ലോ. അപ്പൊ 3 വ്യക്തികൾ ചേർന്ന എന്തോ ഒന്നല്ലല്ലോ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അത് വ്യക്തമായി അവിടെ സൂചിപ്പിക്കുക. അപ്പോ അടുത്തടുത്തുള്ള 2 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അതിന്റെ ഉത്തരം കണ്ടെത്തും. നാം എന്നുള്ള പദപ്രയോഗം അത് ദൈവം സൃഷ്ടിക്കുമ്പോൾ പറയുമ്പോൾ ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. അപ്പം തൃത്വം പഠിപ്പിക്കുന്ന പോലെ, തൃത്വം വന്നതും ഒരു വലിയ ചതിയിൽ നിന്നും കൊടും വഞ്ചനയിൽ നിന്നും നമുക്ക് ചരിത്രം പഠിച്ചാൽ തൃത്വം വന്ന വഴി വളരെ വിചിത്രമാണ്. ബാബിലോണിൽ നിന്ന് കത്തോലിക്ക സഭയിലൂടെ ഇന്ന് പെന്തക്കോസുകാർ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ തൃത്വോപദേശം ഒരിക്കലും ബൈബിളിൽ ഉള്ളതല്ല. ബൈബിളിൽ പഠിപ്പിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തൃത്വം തെളിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു ആപ്തവാക്യമല്ല. നാം എന്നുള്ള പദപ്രയോഗം ഒരിക്കലും തൃത്വം തെളിയിക്കുവാൻ വേണ്ടിയല്ല. ഇത് നമ്മൾ നന്നായി മനസ്സിലാക്കണം. നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവവചനം പഠിക്കാൻ ഒരുങ്ങുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളെ വ്യാജത്തിലേക്ക് വിടുന്ന ആത്മാവല്ല പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. തങ്ങളുടെ സ്വരൂപത്തിലല്ല. 3 പേര് കൂടിയാണ് സൃഷ്ടിച്ചതെങ്കിൽ തങ്ങളുടെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ ബൈബിളിൽ കാണേണ്ടതായിരുന്നു. ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ വചനത്തെ വായിച്ച് അന്വേഷിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതെ ഇരിക്കുകയില്ല.
ഒന്നിനും ഇണയില്ലാതെയും ഇരിക്കയില്ല എന്ന് യെശയ്യാവ് 34:16 വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ വാക്യത്തിന് ഇണവാക്യം ഉണ്ടാകണം. 3 പേര് കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ എവിടെയെങ്കിലും ഒരു ഇണവാക്യം എടുത്തു തന്നാൽ ഞങ്ങൾ സമ്മതിക്കാം. ഒരു ഇണവാക്യമില്ല. അവിടെ നാം എന്നുള്ള പദപ്രയോഗം പല വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. നാം എന്നുള്ള പദപ്രയോഗം മൂലഗ്രന്ഥത്തിൽ ഇല്ലാത്തൊരു വാക്കാണെന്ന് അവരഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ഒരു വിഷയത്തിലേക്ക് കടന്നു പോകുവാൻ ഇന്ന് താല്പര്യപ്പെടുന്നില്ല. അപ്പം ദൈവം തന്റെ സ്വരൂപത്തിൽ, തങ്ങളുടെ അല്ല തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് ഉൽപ്പത്തി 1:27 വ്യക്തമായി സൂചിപ്പിക്കുമ്പോൾ ഈ നാം എന്നുള്ള കേവല വാക്കിനെ പിടിച്ചുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്നുള്ള ദുർവ്യാഖ്യാനമാണെന്ന് വീണ്ടും ഞാൻ തെളിവ് തരുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഒന്ന്, ഞാൻ ഉൽപ്പത്തി 1:27 തന്നെ ആദ്യം തന്നെ നമ്മൾ വായിച്ചല്ലോ. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ, തങ്ങളുടെ സ്വരൂപത്തിലല്ല തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഇനി മലാക്കി 2:10, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ല ഉള്ളത്. നമുക്കെല്ലാവർക്കും നമ്മളെ സൃഷ്ടിച്ച 3 പേര് കൂടിയാണെന്നല്ല, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്. ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. എത്ര വ്യക്തം! പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് യേശു ക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 24 എടുത്തു ചോദിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുക, നമുക്കെല്ലാവർക്കും ഒരു പിതാവേ ഉള്ളൂ, ഒരു ദൈവം തന്നെയാണ് നമ്മെ സൃഷ്ടിച്ചത്. കണ്ടോ? അപ്പോൾ 3 പേര് കൂടി സൃഷ്ടിച്ചുവെന്ന് യാതൊരു ഇണവാക്യവും വിശുദ്ധ ബൈബിളിൽ എടുത്തു തരാൻ ഇവിടുത്തെ ഞങ്ങളുടെ സ്നേഹിതരായിരിക്കുന്ന തൃത്തക്കാരായിരിക്കും നിങ്ങൾക്ക് കഴിയുകയില്ല. ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അടുത്ത വാക്യം യെശയ്യാവ് 45:12, ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. ഞങ്ങൾ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ബൈബിളിൽ വചനത്തിൽ ഇല്ല. സ്നേഹിതരെ, നിങ്ങളത് ഗ്രഹിക്കാതെ പോകരുത്. ഈ അന്ത്യകാലത്ത് ദൈവത്തിന്റെ വചനം ഉള്ളതുപോലെ അത് വെളിപ്പെടുത്തുവാൻ ദൈവം തന്റെ ദാസന്മാരെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഗ്രഹിക്കേണ്ട രീതി. പണ്ട് നമുക്കറിയാം, നമ്മൾ ഒത്തിരി തൃത്വം തെളിയിക്കുവാൻ വേണ്ടി തൃത്വക്കാർ കൊണ്ടുവന്ന ഒത്തിരി വാദങ്ങൾ ഇന്നവർ പറയുന്നില്ല. അതൊക്കെ തെറ്റാണെന്ന് തൃത്വ പണ്ഡിതന്മാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. സൂര്യന്റെ പ്രകാശം, സൂര്യന്റെ രശ്മി, അതുപോലെ തന്നെ ഇങ്ങനെ ദൈവത്തെ തെളിയിക്കാനായിട്ട് സൂര്യനെയും അതുപോലെ വെള്ളത്തെയും, വെള്ളം, കരം, ദ്രാവകം, വാതകം, ഇതെല്ലാം എടുത്ത് പണ്ടൊക്കെ തെളിയിച്ചു. ഇന്ന് ഒറ്റ തൃത്വ പണ്ഡിതന്മാര് ഇതുമായിട്ട് വരുന്നില്ല. കാരണം എന്താ? അവർക്ക് ബോധ്യമായി. അവര് ദൈവത്തിന് വേണ്ടി, ദൈവത്തെ തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഈ ലോകത്തിലുള്ള ദൈവത്തിന്റെ സൃഷ്ടിയിൽ ചില കാണുന്ന ചില നിർജീവ വസ്തുക്കളെ എടുത്ത്, വെള്ളത്തെയും വായുവിനെയൊക്കെ എടുത്ത് ദൈവത്തെ തെളിയിക്കുന്നത് അത് വിലപ്പോകില്ല. അത് ദൈവസന്നിധിയിൽ തെറ്റാണെന്ന് ബോധ്യമായതുകൊണ്ട് ഇന്ന് തൃത്വക്കാർ അത് പൂർണ്ണമായിട്ട് മൂടി വെച്ചിരിക്കുക. അതെടുത്ത് പഠിപ്പിക്കുന്നില്ല. ഒരു കാലത്ത് ഇത് തന്നെയായിരുന്നു. കാരണം എനിക്ക് ചില അനുഭവങ്ങൾ, പലരുമായിട്ട് സംസാരിച്ചതിലുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവരൊന്നും ഇപ്പൊ അത് പഠിപ്പിക്കുന്നില്ല. കാര്യങ്ങൾ മനസ്സിലാക്കണം. അവരെ കുറ്റം പറയുകയൊന്നുമല്ല. ഇനി അടുത്ത ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. യിരെമ്യാവ് 27:4-5 നിങ്ങളുടെ യജമാനന്മാരോട് ഇപ്രകാരം പറവിൻ, ഞാൻ ഭൂമിയെയും ഭൂതലത്തിൽ മനുഷ്യനെയും മൃഗങ്ങളെയും സൃഷ്ടിച്ചു, എന്റെ മഹാശക്തി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു, ഞങ്ങൾ ഉണ്ടാക്കിയെന്നല്ല. ദയവായി സ്നേഹിതരെ, നിങ്ങൾ കേൾക്കണമേ. നിങ്ങൾ ഇതിനോട് മറുതലിക്കരുത്. നിങ്ങൾ ദൈവവചനത്തോട് മറുതലിക്കാൻ നോക്കരുത്. വചനത്തിൽ ഇല്ലാത്ത തൃത്വം തെളിയിക്കാൻ വേണ്ടി അല്ല വിശുദ്ധ ബൈബിൾ.
ഒന്നാമത് അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ യജമാനന്മാരോട് ഇപ്രകാരം പറയുക, ഞാനാണ് ഭൂമിയെയും ഭൂതലത്തെയും അതിൽ മനുഷ്യരെയും ഉണ്ടാക്കിയത് ഞാനാണ്. യെശയ്യാവ് 40:13, 44:24 നാം വായിക്കുമ്പോൾ സൃഷ്ടിപ്പിൽ ആരും തന്നോടുകൂടെ ഇല്ലായിരുന്നുവെന്ന് താൻ ആരോടും ആലോചന ചോദിക്കുകയോ ചെയ്തിരുന്നില്ല എന്നും വ്യക്തമാക്കുന്നു. എത്ര വ്യക്തമായിട്ട് ആ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇല്ലേ? യെശയ്യാവ് 44:24 വായിക്കുമ്പോൾ, നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവരുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു, ഞങ്ങളല്ല, ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെയും പരത്തുകയും ചെയ്തിരുന്നു. ആർ എന്നോട് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ, മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ തന്നോടുകൂടെ ആരും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ നാം എന്നുള്ള പദപ്രയോഗം വെച്ച് ആരൊക്കെയോ വേറെ രണ്ടുപേരും കൂടെ കൂടി ഉണ്ടായിരുന്നു എന്ന് ഊഹാഭോഗത്തിന്റെ പിന്നാലെ നമുക്ക് പോകേണ്ട ഗതികേടുണ്ടോ സ്നേഹിതരെ? അതിന്റെ ആവശ്യമുണ്ടോ? ബൈബിൾ പഠിപ്പിക്കുന്നു, യഹോവ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ അപ്പോസ്തലന്മാർ അത് അങ്ങനെ 3 പേര് കൂടി സൃഷ്ടിച്ചെന്ന് പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകന്മാരാരും അത് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ കാലത്ത് ഇങ്ങനെയുള്ള ഉപദേശവുമായിട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. അവ തൃത്വത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത് സാത്താൻ രംഗത്ത് വരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. സത്യവചനത്തെ കൂട്ടിക്കളയുവാൻ എക്കാലവും വൃഥാശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അവൻ. ഏതും തോട്ടത്തിൽ തുടങ്ങിയതാ. ഏതും തോട്ടത്തിൽ ദൈവം വാസ്തവമായി നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? സംശയോട് ഉളവാക്കുക. ഉടൻ തന്നെ പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും വരുത് എന്ന് ഒരല്പം കൂട്ടിച്ചേർത്തു. അവിടെ അവൻ ആ പഴുതിലൂടെ സാത്താൻ എന്താ? ഇല്ല, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നിങ്ങൾ ദൈവങ്ങളെ പോലെയാകും. അവിടെയാണ് ദൈവങ്ങൾ എന്നുള്ള പദം ആദ്യം കൊണ്ടുവന്ന് സാത്താനാ. ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ അറിയാം, നിങ്ങൾ ദൈവങ്ങളെ പോലെയാകും എന്നാ പറഞ്ഞു. കണ്ടോ? ദൈവം ഏകനാ, അപ്പൊ ദൈവങ്ങളെ പോലെയാകും. കണ്ടോ? അവിടുത്തെ പ്രയോഗം ശ്രദ്ധിച്ചോ? ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ നമുക്കതറിയാം. അതുതന്നെ നിങ്ങൾ മരിക്കുകയല്ല നിശ്ചയം എന്നാ പറഞ്ഞു. കണ്ടോ? സാത്താന്റെ തട്ടിപ്പ് കണ്ടോ? മരിക്കയില്ല നിശ്ചയം. ദൈവം പറഞ്ഞു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. സാത്താൻ പറഞ്ഞു, മരിക്കയില്ല നിശ്ചയം. അപ്പൊ ഏതൻ തോട്ടം മുതൽ ഇവൻ തുടങ്ങിയതാ ബഹുദൈവ വിശ്വാസം. ദൈവത്തെ 3ആയിട്ട് വെട്ടിമുറിച്ച് മനുഷ്യഹൃദയങ്ങളിൽ കടത്തിവിടുക എന്നുള്ള ഇവന്റെ തന്ത്രം ഏതൻ തോട്ടത്തിൽ തുടങ്ങിയതാ. പ്രിയ സ്നേഹിതരെ, ദൈവം ഒരു വസ്തുവല്ല 3ആയിട്ട് മുറിക്കാനായിട്ട്. ഒരിക്കലും ദൈവത്തെ 3ആയിട്ട് മുറിക്കാനായിട്ട് ആർക്കും പറ്റില്ല. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ദൈവവചനത്തെ അറിയേണ്ട വിധത്തിൽ അറിയുക, പഠിക്കേണ്ട വിധത്തിൽ പഠിക്കുക. ഏകനായി സകലവും സൃഷ്ടിച്ചു. വിശുദ്ധ തിരുവചനത്തിൽ സർവശക്തനായ ദൈവത്തിന്റെ സൃഷ്ടി മാഹാത്മ്യത്തിൽ മറ്റാരും കൂടെയില്ലായിരുന്നുവെന്ന് യെശയ്യാവ് 40:13 44:24 ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് പറയുമ്പോൾ തന്നോടുകൂടെ മറ്റു 2 വ്യക്തികൾ ഉണ്ട്, അവരും കൂടെ ചേർന്നാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ടാണ് നാം എന്നുള്ള പദം ഉപയോഗിച്ചത് എന്ന് പറഞ്ഞ് നമ്മളൊരു ദുർവ്യാഖ്യാനത്തിലേക്ക് പോയി തിരുവചനത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കരുത് എന്ന് എനിക്ക് ഈ തൃത്വ സ്നേഹിതരോട് പറയാനുണ്ട്. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ എന്നുള്ള വിശദീകരണം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്? ഏകനായ ദൈവം സൃഷ്ടി നടത്തി എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. തന്നോടുകൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ദൈവം തന്നെ പറയുന്നു. സൃഷ്ടിപ്പിൽ ഏതാ? മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ തന്നോടുകൂടി ആരും ഉണ്ടായിരുന്നില്ല. 3, നമ്മുടെ എന്ന പദപ്രയോഗം മൂലഗ്രന്ഥത്തിൽ ഇല്ല എന്നും പിൽക്കാലത്ത് കടന്നുകൂടിയ അബദ്ധമാണെന്നും വേദപണ്ഡിതന്മാർ സമ്മതിക്കുന്നു. തെളിവുകളുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അത് പിൽക്കാലത്ത് വന്ന ഒരു തെറ്റാണ്. ബൈബിളിൽ അങ്ങനെ ചില തെറ്റിദ്ധാരണകൾ നമ്മൾ വായിക്കുമ്പോൾ അറിയാം, നന്നായിട്ട് വായിക്കുമ്പോൾ അറിയാം. ചിലപ്പോൾ ഇംഗ്ലീഷിലുള്ളത് പോലെയല്ല മലയാളത്തിൽ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതറിയാം. അതുകൊണ്ട് നമ്മള് ബൈബിളിൽ ദൈവവചനത്തെ വ്യാഖ്യാനിക്കുവാൻ മറ്റൊരിടത്ത്
നമുക്ക് ഒരു ഭാഗത്ത് ദൈവവചനം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം കൊടുക്കുന്ന മറ്റൊരു വാക്യം തിരുവചനത്തിൽ ഉണ്ടാകും എന്ന് യെശയ്യാവ് 34:16 വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. യഹോവയുടെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതെ ഇരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതെയും ഇരിക്കുകയില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിക്കുന്നത്, അവന്റെ ആത്മാവല്ലോ സകലത്തെയും കൂട്ടിവരുത്തുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് വ്യക്തമാകാത്ത കാര്യങ്ങൾ വ്യക്തമാക്കുന്ന മറ്റൊരു തെളിവ് തിരുവചനത്തിൽ മറ്റെവിടെയോ ഉണ്ട്. നമ്മൾ അന്വേഷിക്കണം, അന്വേഷിച്ചാൽ കണ്ടെത്തും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഏകനായി സൃഷ്ടിച്ചു. ഒരിക്കലും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് 3 പേരല്ല. അതുകൊണ്ടാണ് മലാക്കി പ്രവാചനത്തിൽ പ്രവാചകൻ എടുത്തു പറയുന്നത് 2:10 നമ്മൾ വായിച്ചല്ലോ, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. സൃഷ്ടിപ്പിൽ ആരും തന്നോടുകൂടെ ഇല്ലെങ്കിൽ താൻ മറ്റാരോടും പറഞ്ഞ വാക്കുകളല്ല എന്ന് ചിന്തിക്കുന്നത് വളരെ ഉചിതമാണ്. കാരണം എന്താ? ദൈവം തന്നോട് തന്നെ സംസാരിച്ചത്. ഞാനൊരു കാര്യം പറയാം പ്രിയ സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ദൈവം തന്നോട് തന്നെ സംസാരിച്ച തന്റെ അന്തർഗതം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടു. പരിശുദ്ധാത്മാവിനാൽ മോശയിലൂടെ എഴുതി. ദൈവത്തിന്റെ അന്തർഗതം. ഈ ലോകത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നെങ്കിൽ നമ്മളും ദൈവ സൃഷ്ടിയാണല്ലോ. നമ്മളോട് തന്നെ പറയാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾക്കൊരു തെളിവ് തരാൻ പറ്റുമോ? നമ്മളോട് തന്നെ നമ്മൾ പറയാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ദൈവം തന്നോട് തന്നെ പറയുന്ന അന്തർഗതം പരിശുദ്ധാത്മാവ് സൂചിപ്പിക്കുകയാണ്, നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി സൃഷ്ടിച്ചു. ഇനി ദൈവം തന്നോട് തന്നെ പറയുന്നു. ഇതെന്താ ഇയാൾ പറയുന്നു എന്നൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. ഞാൻ തെളിവ് തരാം. ദൈവം തന്നോട് തന്നെ സംസാരിക്കുമെന്നുള്ളതിന്റെ തെളിവ് ഞാൻ തിരുവചനത്തിലൂടെ തരാം. നമുക്ക് ഉൽപ്പത്തി 8:21 വായിക്കുമ്പോൾ, യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കുകയില്ല. ഇത് താൻ വിളിച്ചു പറഞ്ഞ കാര്യമല്ല, യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തതാ. തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു. ഇനി എഫേസ്യർ 1:11, തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ. മനസ്സിലായോ? തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവൻ. എത്ര തെളിവുകൾ വിശുദ്ധ ബൈബിളിലുണ്ട്. ഇനി നമ്മൾ നമ്മോട് തന്നെ പറയാതെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സ്നേഹിതരെ? നാം കിടക്കുന്നു, രാത്രി കിടക്കുവാൻ പോകുന്നു, നമ്മളോട് തന്നെ പറഞ്ഞു ഇനി കിടക്കാം, അല്ലെ കുറച്ചുകൂടെ വായിക്കാം, അല്ലെ അല്പസമയം പ്രാർത്ഥിക്കാം. നമ്മളോട്, നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ, നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ തന്നെ പറഞ്ഞിട്ടല്ലേ? അതുകൊണ്ട് പറയുന്നത് കൊണ്ട് നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും 3 വ്യക്തികളാണ്. നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറയുന്നില്ലേ? പറഞ്ഞിട്ടല്ലേ ചെയ്യുന്നത്? രാവിലെ എഴുന്നേക്കാം, പ്രാർത്ഥിക്കാം, വചനം ധ്യാനിക്കാം. ഇതൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്നത് നമ്മോട് തന്നെ പറഞ്ഞിട്ടല്ലേ? പല്ല് തേക്കാം, അത് നമ്മളോട് പറഞ്ഞിട്ടില്ലേ? ഇനി ഒരു കട്ടൻ കാപ്പി ഇട്ട് കുടിക്കാം, അല്ലെ ഒരു ചായ കുടിക്കാം, ഇനി കുളിക്കാം. ഇതെല്ലാം നമ്മളുടെ മനസ്സിനോട് നമ്മൾ തന്നെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ലേ? അങ്ങനെയെങ്കിൽ നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്നുള്ള ദൈവത്തിന്റെ അന്തർഗതം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തി. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ, തങ്ങളുടെയല്ല, തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ഹല്ലേലൂയ. ഇനി നമ്മളോട് തന്നെ പറഞ്ഞിട്ട് എല്ലാം ചെയ്യുള്ളൂ. സഭാപ്രസംഗി 2:1 ശ്രദ്ധിക്കണേ.
ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. സഭാപ്രസംഗി തന്നോട് തന്നെ പറഞ്ഞ കാര്യത്തോട് പറയുക. ലൂക്കോസ് 12:19. എന്നിട്ട് എന്നോട് തന്നെ പറയും. ഒരു വലിയ കൃഷിക്കാരൻ തന്റെ കൃഷിയെല്ലാം നന്നായിട്ട് വിളഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടു? എന്നിട്ട് തന്നോട് തന്നെ പറഞ്ഞു, ഞാനിവിടെ കളപ്പുരയെല്ലാം ഒന്ന് വലുതാക്കും, എന്നിട്ട് തിന്നുക, കുടിക്കുക, സുഖിക്ക. നിനക്ക് വളരെ വർഷം തിന്നു കുടിച്ച് സുഖിക്കാനുള്ളതെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുന്നുവെന്ന് താൻ തന്നോട് തന്നെ പറഞ്ഞു. എത്ര വ്യക്തമാ പ്രിയ സ്നേഹിതരെ. സങ്കീർത്തനം 42:5. എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? നമ്മുടെ ആത്മാവ് ഉള്ളിൽ ഞരങ്ങുമ്പോ നമ്മളും അങ്ങനെയൊക്കെ ഇല്ലേ? വലിയ പ്രതിസന്ധി വരുമ്പോൾ, വലിയ പ്രതികൂലങ്ങൾ വരുമ്പോൾ, നാം പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നമുക്കെതിരായി സംസാരിക്കുമ്പോൾ, നാം പ്രതീക്ഷിക്കാത്ത വ്യക്തികൾ നമുക്കെതിരായി കരുക്കൾ നീക്കുമ്പോൾ, നമ്മൾ പറയാറില്ലേ നമ്മളോട്, സാരമില്ല, ദൈവം എല്ലാം കാണുന്നുണ്ട്, ദൈവം എല്ലാം അറിയുന്നുണ്ട്. പറയുന്നില്ലേ സ്നേഹിതരെ? നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ തന്നെ ധൈര്യപ്പെടുത്തി, സാരമില്ല, ദൈവം എന്നോട് കൂടെയുണ്ട്, സാരമില്ല, ദൈവത്തിന്റെ സഹായം എനിക്കുണ്ട്, സാരമില്ല, ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ മനസ്സിനോട് തന്നെ നിങ്ങൾ പറയാറില്ലേ? ഹല്ലേലൂയ. അപ്പം ദുർവ്യാഖ്യാനത്തിന് വേണ്ടി, തൃപ്തം തെളിയിക്കാൻ വേണ്ടി ദൈവവചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യാതിരിക്കുന്നത് നല്ലതാണ്. ഈ അന്ത്യകാലത്ത് വെളിപ്പെടേണ്ട വിധത്തിൽ ദൈവത്തിന്റെ ദാസന്മാര് തിരുവചനത്തിലൂടെ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എനിക്കറിയാം, പലർക്കും ഈ സത്യമാണെന്നറിയാം. പല പെന്തക്കോസിലെ പല വ്യക്തികളും രഹസ്യമായിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് നിൽക്കുന്നത് എനിക്കറിയാം. പലരും അമേരിക്കയിൽ ചെന്ന് സ്നാനപ്പെടുന്ന സംഭവങ്ങളും എനിക്കറിയാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. പല സഭാ നേതാക്കന്മാരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് രഹസ്യമായി നിൽക്കുന്നത് ഞങ്ങൾ പരസ്യമാക്കിയിട്ടുള്ള പല സംഗതികളാണ്. അവരൊന്നും നിഷേധിച്ചിട്ടില്ല. കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ പോകരുത്. സാധാരണക്കാരായ ജനങ്ങൾ ഇത് മനസ്സിലാക്കി കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ബുദ്ധി ഉപദേശം എന്ന് ചിന്തിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇങ്ങനെ അനവധി തെളിവുകൾ നമുക്ക് തിരുവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ദൈവം തന്നോട് തന്നെ സംസാരിച്ചാൽ അത് മൂന്ന് വ്യക്തികൾ ചേർന്നൊന്നുമല്ല. നമുക്കറിയാം, ആകയാൽ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്നുള്ള സൃഷ്ടിതാവിന്റെ മനോഗതം പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ സൂചിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇയ്യോബിന്റെ പുസ്തകത്തിൽ അടുത്ത ദിവസം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമായതുകൊണ്ട് നമുക്ക് ആ വാക്യം ഇപ്പോൾ ഞാൻ എടുക്കുന്നില്ല. ഉദാഹരണമായിട്ട് ഞാൻ ആ സഹോദരൻ രണ്ടാമത് ചോദിച്ച ചോദ്യം നമുക്കിറങ്ങിച്ചല്ല ഏതാ ഉള്ള അങ്ങനെയുള്ള വാക്യങ്ങള്. അതുപോലെ 3 ചോദ്യങ്ങൾ അതിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ബാക്കി 2 ചോദ്യങ്ങൾക്ക് അടുത്ത ദിവസങ്ങള് ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഉൽപ്പത്തി പുസ്തകം 1:27 ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മലാക്കി 2:10 നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെ നമ്മെ സൃഷ്ടിച്ചു. യെശയ്യാവ് 45:12 ഞാൻ ഭൂമിയെ ഉണ്ടാക്കി അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. യെശയ്യാവ് 44:24 യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയും പരത്തുകയും ചെയ്തു. എന്നോടുകൂടെ ആരുണ്ടായിരുന്നു? ഞാൻ തന്നെ എന്ന പ്രയോഗം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ തന്നെത്താൻ സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കി നമ്മളെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതരെ, നമ്മൾ തൃത്വവഞ്ചനയിൽ കുടുങ്ങരുത്. തൃത്വം നമ്മളെ ഒരിക്കലും ദൈവത്തോടടുപ്പിക്കുന്ന ഒരു പ്രമാണമല്ല. അത് ബാബിലോണിൽ നിന്ന് വ്യാജ നിലയിൽ ബാബിലോൺ, അതിന്റെ അടിത്തറ ബാബിലോൺ. നമ്മൾ ബാബിലോണിന്റെ അടിത്തറയിലല്ല ദൈവസഭയുടെ പണി. അതെവിടെയാ പണിയുന്നത്? ദൈവത്തിന്റെ വചനം ലൂക്കോസിന്റെ സുവിശേഷം തന്നെ പറയുന്നു. ഏതാ? അവന്റെ നാമത്തിൽ മാനസാന്തരവും പാവമോചനവും
യെരൂശലേമിൽ തുടങ്ങണം എന്നാ പറഞ്ഞു. നമ്മൾ യെരൂശലേമിൽ തുടങ്ങിയ സഭയുടെ പിന്തുടർച്ച അവകാശികളാണ്. യെരൂശലേമിൽ സഭ തുടരണമെന്ന് പറഞ്ഞു. ആ സഭ യെരൂശലേമിൽ നിങ്ങൾ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കപ്പെടണമെന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ യെരൂശലേമിൽ തുടങ്ങിയോ? തുടങ്ങി എന്ന് പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ വ്യക്തമായിട്ട് വായിക്കുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ തുടങ്ങിയ സഭയുടെ പിന്തുടർച്ചയാണ് അവിടെയാണ് ദൈവസഭയെ ആരംഭം കുറിച്ചത്. യെരൂശലേമിൽ തുടങ്ങിയ സഭ. അവിടെ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു മാനസാന്തരം ഉണ്ടായി. 3000 പേര് ദൈവസഭയോട് ചേർന്നു. അവരെങ്ങനെയുള്ളവരായിരുന്നു? അവർ കർത്താവായ യേശു മാനസാന്തരപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സ്നാനം ഏറ്റവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരും അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് മുൻപോട്ട് പോകുന്ന ആ സമൂഹത്തിന്റെ അംഗങ്ങളാണ് നമ്മൾ. ബാബിലോണിൽ അടിസ്ഥാനമിട്ട വ്യാജ അന്തിക്രിസ്തുവിന്റെ എതിർ ക്രിസ്തുവിന്റെ സഭയുടെ അംഗങ്ങൾ അല്ല നമ്മൾ യഥാർത്ഥത്തിൽ യെരൂശലേമിൽ അടിസ്ഥാനമിട്ട സഭയുടെ അംഗങ്ങളാണ്. അങ്ങനെ ആരെങ്കിലും ആയിട്ടില്ലെങ്കിൽ എത്രയും വേഗം ശോധന ചെയ്യുക, ദൈവസന്നിധി പ്രാർത്ഥിക്കുക, ദൈവവചനം ധ്യാനിക്കുക, ദൈവസഭയുടെ അംഗമാകുവാൻ ഈ നാളുകളിൽ ഒരു വലിയ വാഞ്ച നിങ്ങളിൽ ഉണ്ടാകട്ടെ. തുടർന്ന് ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.